നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ സഖാവ് ബിനോയ് വിശ്വം ഇടതുമുന്നണിയിൽ നിന്ന് ഒരു നിമിഷം വൈകാതെ പുറത്തു ചാടണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റി പകരം മുഖ്യമന്ത്രിയെ കണ്ടെത്തണമെന്ന് പരസ്യമായി പറയാനുള്ള ചങ്കൂറ്റമാണ് ബിനോയ് വിശ്വത്തിനുണ്ടാകേണ്ടത്. CPM-ന്റെ വലിയേട്ട നയവും സഹിച്ച് എന്തിനാണ് LDF-ൽ CPI അടിമത്തം പ്രഖ്യാപിച്ച് തുടരുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI മത്സരിച്ച തിരുവനന്തപുരം, മാവേലിക്കര, വയനാട്, തൃശൂർ മണ്ഡലങ്ങളിൽ CPM അടിമുടി കാലുവാരിയെന്ന തിരിച്ചറിവിന്റെ അമർഷമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്ന് പുറത്തുവരുന്നത്. വയനാട്ടിൽ CPM വോട്ടുകളിൽ ഗണ്യഭാഗവും കോൺഗ്രസുകാരൻ രാഹുൽ ഗാന്ധിക്കാണ് പോയതെന്ന പച്ചയായ സത്യം ബിനോയിക്കും സ്ഥാനാർത്ഥി ആനി രാജയ്ക്കുമൊക്കെ അറിയാം. തൃശൂരിൽ CPM-കാരിൽ ഏറെ പേരും അവരുടെ വോട്ടുകൾ വൻതോതിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് മാറിക്കുത്തിയെന്ന തിരിച്ചറിവും CPI-ക്കുണ്ട്. CPM-ഉം സമ്മതിച്ചു കഴിഞ്ഞു വോട്ട് ചോർച്ച ഉണ്ടായതായി. SFIയുടേത് എക്കാലവും ഗുണ്ടാ രാഷ്ട്രീയമാണെന്ന പച്ചയായ സത്യം വിളിച്ചു പറഞ്ഞതിന് സഖാവ് ബാലൻ നടത്തിയ പ്രതികരണം എത്ര ധിക്കാരപരമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നു. SFIയുടെ ചരിത്രം ബിനോയ് വിശ്വം മറന്നുപോയിരിക്കുന്നു. SFI വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ടയല്ലെന്നും ചോര കൊടുത്തും നീര് കൊടുത്തും വളർന്നുവന്ന മഹത്തായ പ്രസ്ഥാനമാണെന്നും ബാലൻ സഖാവ് അരുളി ചെയ്തിരിക്കുന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനെ തല്ലി വീഴ്ത്തുകയും വൈസ് ചാൻസലറുടെ തലയിൽ കരിയോയിലൊഴിക്കുകയും പ്രിൻസിപ്പാളിന്റെ മേശ അടിച്ചുപൊളിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള SFIയിലെ കുട്ടി സഹാക്കളിൽ ഏറെ പേരും ശുദ്ധ മര്യാദക്കാരാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഒരാളും പറയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇപ്പോഴത്തെ CPM നേതാക്കളിൽ ഏറിയ പങ്കും കലാലയങ്ങളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പാരമ്പര്യമുള്ളവരാണ് എന്ന സത്യം സഖാവ് ബാലൻ വിഴുങ്ങിയിരിക്കുന്നു. SFI വളർന്നത് ഇടിമുറിയിൽ നിന്നൊന്നുമല്ലെന്ന് കാരണഭൂതനും മൊഴിഞ്ഞിരിക്കുന്നു. CPI പ്രസ്ഥാനത്തെ ഇല്ലായ്മപ്പെടുത്തുക എന്നത് CPM-ന്റെ പ്രഖ്യാപിത അജണ്ട എന്ന് വ്യക്തമായിരിക്കുകയാണ്. CPM മേശയിലെ എല്ലും മുള്ളും ഭക്ഷിക്കേണ്ട ഗതികേട് ഇന്ന് CPI-ക്കില്ലെന്ന് സഖാവ് ബിനോയ് വിശ്വത്തിന് തിരിച്ചറിയാം. ഇങ്ങനെ പോയാൽ ഒരു പതിറ്റാണ്ടിനുള്ളിൽ CPI എന്ന പ്രസ്ഥാനം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഒറ്റ അക്കത്തിലേക്ക് ചുരുങ്ങുമെന്ന തിരിച്ചറിവ് എന്നാണ് വിശ്വം സഖാവിനുണ്ടാവുക. സാക്ഷാൽ അച്യുതമേനോൻ ഉൾപ്പെടുന്ന മഹാന്മാരായ അധികായന്മാരുടെ പ്രസ്ഥാനമാണ് CPI എന്നതും ആദർശം അടിയറവ് പറയുന്നത് CPIയുടെ അഭിമാനത്തിന് നിരക്കുന്നതല്ലെന്നും സഖാവ് ബിനോയ് വിശ്വം മനസ്സിലാക്കണം. CPM വച്ചു നീട്ടുന്ന ഏതാനും അസംബ്ലി സീറ്റുകളും മന്ത്രിസ്ഥാനവും ചില്ലറ പദവികളും മാത്രമാണ് CPIയുടെ ഇക്കാലത്തെ മൂലധനം. CPIയുടെ യുവജന സംഘടനയുടെയും വനിതാ സംഘടനയുടെയും വിദ്യാർത്ഥി സംഘടനയുടെയും ഇക്കാലത്തെ പരിതാപകരമായ സാഹചര്യം കൂടി മനസ്സിലാക്കണം. പെട്ടി ഓട്ടോയിൽ കയറാനുള്ള അംഗബലമേ പലയിടങ്ങളിലും CPIക്ക് ഇക്കാലത്തുള്ളൂ. പല കോളേജുകളിലും CPI വിദ്യാർത്ഥി സംഘടനയ്ക്ക് യൂണിറ്റുകൾ പോലും ഇല്ലാതായിരിക്കുന്നു. ഇടതുമുന്നണിയിൽ CPM നിങ്ങളെ വളർത്താനല്ല കൊല്ലാനാണ് മുന്നണി ചേർത്തിരിക്കുന്നതെന്ന തിരിച്ചറിവ് സഖാവ് ബിനോയിക്ക് ഇല്ലാതെ പോയിരുന്നു. കാനൻ രാജേന്ദ്രൻ പോലും CPM-ലെ വലിയേട്ടന്മാരുടെ അടിയറവ് പറഞ്ഞ ചരിത്രം കാലം മറന്നിട്ടില്ല. അങ്ങാടിയിൽ തോറ്റതിന് CPIയോട് എന്നതാണ് ലോക്സഭയിലെ തോൽവിക്ക് ശേഷം CPM-ന്റെ പ്രഖ്യാപിത നയം. ജനം CPM-നെ തള്ളിയെന്നും ജനം പിണറായിയെ വെറുക്കുന്നുവെന്നും വിധിയെഴുത്തിൽ വ്യക്തമായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.